ഉത്തരം സിമ്പിളാണ്. അയാൾ ഖുർആനും സുന്നത്തിനും പിൻപറ്റി അയാളുടെ സംസാരം നിങ്ങളെ അള്ളാഹുലേക്ക് എത്തിക്കുന്ന ഒരാളാണെങ്കിൽ അതാണ് നിങ്ങളെ ഗൈഡ്. നേരെ മറിച്ച് അയാളുടെ സംസാരം അയാളിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം. ഒരു ഷേഖ് ആ ഷേഖിലേക്കാണ് ഒരാളെ എത്തിക്കുന്നതെങ്കിൽ അത് ഷേഖല്ല. ആ ഷേഖിൻ്റെ വാക്കിൽ നടക്കണം, കൈപിടിച്ച് മുത്തണം, അയാളെപ്പറ്റി മദ്ഹ് പറയണം, അയാളെ കറാമത്ത് പറഞ്ഞു നടക്കണം. ഇതാണ് അയാൾക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമെങ്കിൽ അതല്ല ഷേഖ്, അത് ശൈത്താനാണ്. നേരെ മറിച്ച് അയാൾ നിങ്ങൾ അള്ളാഹുലേക്കാണ് എത്തിക്കുന്നത്. അയാളുടെ സംസാരം നിങ്ങൾ അള്ളാഹുലേക്ക്, അള്ളാഹുവിൻ്റെ മഹബത്തിലേക്ക് നിങ്ങളെ ഹൃദയം വരാണ്. അയാളുടെ സംസാരത്തിൽ നിങ്ങളെ ഈമാൻ കൂടുകയാണ്, അള്ളാഹുവിനെ പ്രേമിക്കാൻ നിങ്ങളെ ഹൃദയം തയ്യാറാവാണ്. അതാണ് യഥാർത്ഥ വഴികാട്ടി നിങ്ങളെ കൈപിടിച്ച് റബ്ബിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ എത്തിച്ചിട്ട് പറയും, ഇതാ നീയും നിന്റെ റബ്ബും എന്ന് പറഞ്ഞ് അവിടുന്ന് മടങ്ങും. അതാണ് യഥാർത്ഥ ഷേഖ്. അല്ലാതെ ഇപ്പോൾ കാണുന്ന പോലെ ജിക്ർ ചെല്ലാൻ കൊടുക്കുക, ആ ഷേഖിനെ പാടി ഷേഖിൻ്റെ മദ്ഹ് പറഞ്ഞ് നടന്ന് എല്ലാവരും ഷേഖിനെ ഇങ്ങനെ അറിയിച്ചു കൊടുക്കുക. എല്ലാവർക്കും അള്ളാഹനെ അറിയിക്കുന്നില്ല, ഈ ഷേഖിനെയാണ് അറിയിക്കുന്നത്. അതിനെ കൊണ്ട് കാര്യമില്ല. അത് നിങ്ങൾ എവിടെ എത്തിക്കില്ല, നിങ്ങൾ സമയം വേസ്റ്റാവും. ഒരുപാട് ആളുകൾ ഉണ്ടാവുക, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകുക, അതൊന്നുമല്ല ഒരു ഷേഖിന്റെ ലക്ഷണം. ആരോരും അറിയാത്ത എത്രയോ ആളുകൾ, അള്ളാഹിന്റെ ആളുകൾ ഈ ദുനിയാവിലുണ്ട്. പക്ഷെ അയാളുടെ ഫോളോവേഴ്സ്, അയാൾക്ക് എത്ര മുരീദുണ്ട്, എത്ര ആളുകൾ അയാളെ പിൻപറ്റുന്നുണ്ട്, എത്ര ആളുകൾ അയാളെ ബഹുമാനിക്കുന്നുണ്ട്, ഉലമാക്കളൊക്കെ അയാളെ കണ്ട് എണീറ്റിക്കുന്നുണ്ട്. അതൊന്നുമല്ല ഒരു ഷേഖിന്റെ മാനദണ്ഡം. അയാളുടെ വർത്താനം നിന്നെ അള്ളാഹുലേക്ക് എത്തിച്ചിട്ടുണ്ടോ, അള്ളാഹുലേക്കാണോ നിന്നെ എത്തിക്കുന്നത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അത്ര ആളുകൾ അവരുടെ ബാക്കിലുണ്ട് എന്നതല്ല ചോദ്യം. അല്ല അയാൾക്ക് വല്ല കറാമത്തുണ്ടോ, അതുമല്ല ഒരു മാനദണ്ഡം. ഒരിക്കലും ഒരു ഷേഖിന്റെ മാനദണ്ഡം കറാമത്ത് സംഭവമല്ല.